എൻ്റെ പേര് ഉഷ. ഞാൻ യു എയിൽ വർക്ക് ചെയ്യണു. എൻ്റെ ഹസ്ബൻഡ് ജയൻ. ജയൻ യു എയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ നിബാവ് ലിഫ്റ്റിനെ കുറിച്ച് അറിഞ്ഞത് ഓൺലൈനിലാണ്. ഫേസ്ബുക്ക് വഴിയാണ് ആക്ച്വലി ഞാൻ അറിഞ്ഞത്. അതിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റും ഇതൊക്കെ ഉള്ളപ്പോൾ ഞാൻ അറിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഞാൻ നിങ്ങളുടെ കൊച്ചിയിലെ ഓഫീസിൽ പോയിട്ട് അതിൻ്റെ ഡെമോ കണ്ടിട്ടുണ്ടായിരുന്നു. ഡെമോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീസിബിളായിട്ട് തോന്നി ഈ സംഭവം. ലൈക്ക് നമുക്ക് ലിഫ്റ്റ് വെക്കണമെങ്കിൽ ഇവിടെ ഓൾറെഡി ഉള്ള വീടുകൾക്ക് ലിഫ്റ്റ് വെക്കണമെങ്കിൽ അതിൽ നമ്മൾ ട്രഞ്ചൊന്നും കുഴിക്കേണ്ട ആവശ്യമില്ല. എക്സിസ്റ്റിംഗ് ഫ്ലോറിൽ തന്നെ ഇത് വെക്കാൻ പറ്റും. പിന്നെ ഇതിന് 3 സ്റ്റോറി വരെ ചെയ്യാൻ പറ്റും എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. എനിക്ക് ആക്ച്വലി ഇവിടെ 2 സ്റ്റോറിയേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്തിട്ട് പിന്നെ വെരി സൂൺ ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻസ്റ്റലേഷൻ പേയ്മെൻ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അമ്മ കുറച്ച് പ്രായമായിട്ടിരിക്കുന്ന കാരണം അമ്മയ്ക്ക് ഒന്ന് മുകളിലേക്ക് കയറാനോ ഇറങ്ങാനോ ഒക്കെ ആണെങ്കിലും ലിഫ്റ്റ് വളരെ യൂസ്ഫുള്ളാണ്. എപ്പോഴും സ്റ്റെപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാലുവേദനയും ഇതൊക്കെയുള്ള കാരണം ഇപ്പോൾ ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് വെരി കൺവീനിയൻ്റ് ആണ്. അത് സേഫ്റ്റി മെഷേഴ്സ് ആസ് പെർ മാനുവൽ ആണ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരിയും സേഫ്റ്റി കൺട്രോൾസ് ഉള്ള ഒരു ലിഫ്റ്റാണ്. ഓട്ടോമാറ്റിക് ലാൻഡിങ്ങും പിന്നെ അധികം പവർ യൂസ് ചെയ്യില്ല. അവർ വന്ന് ടെക്നീഷ്യൻസ് ഇവിടെ നമുക്ക് വന്ന് എല്ലാം ഡെമോ കാണിച്ചു തന്നിട്ടുണ്ട്. ഇയർലി മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ് ആണെങ്കിലും ലൈക്ക് വി ആർ ഹാപ്പി വിത്ത് വാട്ട് ഇസ് ബീങ് ഡൺ. ലിഫ്റ്റിൻ്റെ പിന്നെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ അതൊരു എസ്തെറ്റിക് ലുക്കാണ് ലിഫ്റ്റിന്. കാരണം നമ്മളിപ്പോൾ ഏത് റൂമിനകത്ത് വെച്ചാലും ആ റൂമിൻ്റെ ഭംഗി കളയാതെ ആ ലിഫ്റ്റ് ആഡ് ഓൺ ചെയ്യും അതിൻ്റെ ഭംഗിക്ക്. അതിന് ഡിഫറെൻറ്റ് ഇപ്പം നമ്മളോട് അത് വെക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും അത് ചെയ്ത് തരാം. അവർക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പിന്നെ നമ്മുടെ റൂമിൻ്റെ വാളിനോട് മാച്ച് ചെയ്തൊരു കളറിലാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ ആ വാളിനോട് മാച്ചിങ്ങുമാണ്. ആ ലിഫ്റ്റ് കാണാനും ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നാലും ഇറ്റ് ഡസൻറ്റ് ലുക്ക് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ നമുക്ക് തോന്നാറില്ല. ലിഫ്റ്റ് പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് ആയിട്ട് തന്നെ നമുക്ക് തോന്നാറുള്ളൂ. നേരത്തെ നമ്മൾ ഈ ലിഫ്റ്റ് വെച്ച പോലെ നമുക്ക് തോന്നിയിട്ടുള്ളൂ. അത് നല്ലൊരു ലുക്കും ഉണ്ട്, ഒരു എസ്തെറ്റിക് ലുക്കും ഉണ്ട് ലിഫ്റ്റിന്. യൂസേജ് ലിഫ്റ്റിന് ഈസിയാണ് യൂസ് ചെയ്യാൻ. അത്ര കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഈസി ടു യൂസ്. ഒത്തിരി പേര് വന്ന് കാരണം നമ്മൾ ഈ ലിഫ്റ്റ് വെച്ച സമയത്ത് കുറേ പേര് ലിഫ്റ്റ് കണ്ടിട്ടാണെങ്കിലും എല്ലാവരും കുറച്ച് സർപ്രൈസ്ഡ് ആയിരുന്നു. നമുക്കൊരു പഴയ വീട്ടിൽ നമുക്ക് ഇത്ര ഭംഗിയായിട്ടൊരു ലിഫ്റ്റ് നമുക്ക് വെക്കാൻ പറ്റുമോ. അപ്പോൾ അത് കാരണം പല ആൾക്കാർ ഇങ്ങനെ എൻക്വയറീസ് ചോദിക്കാറുണ്ട്, ഇത് എവിടുന്നാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്. പിന്നെ ചിലവർ വന്ന് നോക്കിയിട്ട് അവരുടെ വീട്ടിലും ചെയ്യണം എന്നുള്ള ഒരു ഇതിനു വേണ്ടി വന്ന് നോക്കാറുണ്ട്. ഹൈലി റെക്കമെൻഡഡ് ഒരു ലിഫ്റ്റാണ്.